ഹലോ ബഡീസ്, വെൽക്കം ടു ദ യൂട്യൂബ് ചാനൽ ട്രിപ്സ് ഓൺ ദ റോഡ്. ഇന്നത്തെ എൻ്റെ യാത്ര ഫ്രാൻസിലേക്കാണ്. വേൾഡ് വണ്ടേഴ്സിൽ ഒന്നായിരുന്ന ഈഫൽ ടവർ കാണുന്നതിനാണത്. ലണ്ടൻ ഗാഡ്വിക്കിൽ നിന്നായിരുന്നു എനിക്ക് ഫ്ലൈറ്റ്. 40 മിനിറ്റ് ട്രാവൽ ടൈമാണ് UK നിന്ന് പാരീസിലേക്കുള്ളത്. ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം UK ലാൻഡ്സ്കേപ്പിന്റെ ബ്യൂട്ടി. ഇംഗ്ലീഷ് ചാനലും നോർത്ത് സീയും തമ്മിലുള്ള ബോർഡറാണ് നിങ്ങൾ ഈ വൈറ്റ് സ്പോട്ടിൽ കാണുന്നത്. ഇത് ഫ്ലോട്ടിംഗ് ടർബൈൻസ് ആണ്. ഈ വിൻഡ് മിൽസ് ഉപയോഗിച്ച് ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്താണ് രണ്ട് രാജ്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. രാജ്യങ്ങൾ ടെക്നോളജിയിൽ എത്ര മുന്നിലാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. 6 മണി കഴിഞ്ഞപ്പോഴത്തേക്കും പാരീസ് ഓർലി എയർപോർട്ടിൽ എത്തിച്ചേർന്നു. അപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങി പിന്നെ ടാക്സിക്ക് വേണ്ടിയിട്ടുള്ള കാത്തുനിൽപ്പായിരുന്നു. പുറമേ കാണാൻ UK പോലെ തന്നെയാണ് പാരീസും. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ടാക്സി വന്നു. പിന്നെ റൂമിലേക്ക് വെച്ച് പിടിച്ചു. റൂമാണെങ്കിൽ 4 ബങ്കർ ബെഡുകളുള്ള ഒരു ഷെയർഡ് റൂമായിരുന്നു. പക്ഷേ എല്ലാ ഫെസിലിറ്റിയും ഉണ്ടായിരുന്നു. ടോയ്ലറ്റ്, ബാത്റൂം, എല്ലാ ഫെസിലിറ്റിയും ഉള്ള റൂം തന്നെയായിരുന്നു. കുളിച്ച് ഫ്രഷ് ആയപ്പോഴേക്കും ടാക്സി വന്നു. പിന്നെ നേരെ ഈഫൽ ടവർ കാണാൻ വെച്ച് വിട്ടു. ടാക്സിക്കാരൻ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ദൂരെ നിന്ന് തന്നെ മാനം മുട്ടി നിൽക്കുന്ന ഈഫൽ ടവർ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഗുസ്താഫ് ഈഫൽ എന്ന ഫ്രഞ്ച് എഞ്ചിനീയറുടെ നിർമ്മിതിയാണിത്. അദ്ദേഹം 300 വർക്കേഴ്സിൻ്റെ ഹെൽപ്പോടുകൂടി 2 വർഷത്തോളം സമയമെടുത്ത് നിർമ്മിച്ചതാണ് ഈ ലോകമഹാത്ഭുതം. ഇത് കേട്ടതുപോലെ തന്നെ ലോകമഹാത്ഭുതം തന്നെയാണ്. സ്വർണ്ണ നിറത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ലോകമഹാത്ഭുതം തന്നെയാണിത്. ഏതാണ്ട് 7300 ടൺ അയൺ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാനും ഫോട്ടോസ് എടുക്കാനും ഫോട്ടോഷൂട്ട് എടുക്കാനും വേണ്ടിയിട്ട് നിരവധി ആൾക്കാരാണ് ഇവിടെ വന്നു പോകുന്നത്. ഓരോ ദിവസത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഇതിന് ഓരോ തീമാണ് കൊടുക്കുന്നത്, ഓരോ കളറും. 11:30 വരെയാണ് ഇതിൻ്റെ ക്ലോസിംഗ് ടൈമായിട്ട് വരുന്നത്. ഏതാണ്ട് ഒരു മണിയോളം ഞാനവിടെ ചിലവഴിച്ചു. പിന്നെ പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് ബാക്കി ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴും അവിടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. ഏത് സിനിമയുടെയും മോഡൽസിൻ്റെയും പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഫോട്ടോ എടുത്തു തരാനും വീഡിയോ എടുത്തു തരാനായിട്ട് ഫോട്ടോഗ്രാഫേഴ്സ് നമ്മളെ കൂടെ കൂടാറുണ്ട്. ഒരു ഫോട്ടോയ്ക്കോ വീഡിയോയ്ക്കോ അവർ ഒരു €10 ചാർജ് ചെയ്യുന്നത്. പക്ഷെ അവർ ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്, വീഡിയോസ് എടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫോട്ടോയോ വീഡിയോയോ എടുത്താൽ മതിയാവും. അങ്ങനെ ക്യാഷൊന്നും നോക്കിയില്ല, ഞാനും ഒരു വീഡിയോ അങ്ങ് എടുത്തു. ഞാൻ വന്നപ്പോൾ ഏതാണ്ട് ക്ലോസിംഗ് ടൈമായിരുന്നു. സോ അടുത്ത ദിവസം നേരത്തെ വരാമെന്ന് കരുതി റൂമിലേക്ക് തിരിച്ച് വെച്ച് പിടിച്ചു. ഇതാണ് ഈഫൽ ടവറിൻ്റെ ഡേ ടൈമിലുള്ള ലുക്ക്. ഇതിലേതാണ്ട് 2 വലിയ ഫുട്ബോൾ സ്റ്റേഡിയം നിൽക്കാവുന്ന ഏരിയ ഇത് കവർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഓരോ കാലിൻ്റെ ഭാഗത്തായി ടിക്കറ്റ് കൗണ്ടറുകളും സന്ദർശകർക്ക് മുകളിലോട്ട് പോകാനുള്ള ലിഫ്റ്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ചെന്നപ്പോൾ ഏറ്റവും ടോപ്പിലുള്ള ടിക്കറ്റ് എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. ഇതിൻ്റെ ആദ്യത്തെ നില ഞാൻ നടന്നു കയറി. 100 സ്റ്റെപ്പിന് മുകളിലുണ്ടായിരുന്നു. ഇതുപോലെ 3 ഫ്ലോറുകളുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ടിക്കറ്റ്സ് എല്ലാം സോൾഡ് ഔട്ട് ആയിരുന്നു. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള പാരീസിൻ്റെ ഒരു വ്യൂ ഉണ്ടല്ലോ, പാരീസിൻ്റെ മുഴുവൻ സൗന്ദര്യത്തെയും ആവാഹിച്ചെടുക്കുന്നതാണ്. വാക്കുകൾ കൊണ്ട് അത് പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പോഴാണ് ഈ ദീർഘദർശിനിയായ ഗുസ്താവ ഈഫലിനെ പറ്റി ഞാൻ ഓർമ്മിച്ചത്. ഈ ആദ്യത്തെ ലെവലിൽ നിന്ന് കാണുന്ന പാരീസിന് ഇത്രയും നല്ല ഭംഗിയുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു ഭാഗ്യം. ഇതിൻ്റെ 4 ആംഗിളിൽ നിൽക്കുമ്പോഴും 4 രീതിയിലാണ് അവരെ എല്ലാ ആംബിയൻസ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. വൺ സൈഡ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഗാർഡനും മ്യൂസിക് ഫൗണ്ടനും. അതർ സൈഡ് എന്ന് പറയുന്നത് റിവറിൻ്റെ ഭാഗവും പോകാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ക്രൂസും പിന്നെ അതിലോട്ട് വരുന്ന ആൾക്കാരെയും നിങ്ങൾക്ക് അവിടെ കാണാം. ഇത് നമ്മൾ നേരത്തെ ഫോട്ടോ എടുത്ത ഭാഗമാണ് ആ റെഡ് കളറിൽ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ബാരിയേഴ്സ് ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം എത്ര ഹൈറ്റിലാണ് ഞാൻ നിൽക്കുന്നതെന്ന്. ടൂറിസ്റ്റേഴ്സ് എല്ലാം വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനും ഒരു ഫോട്ടോ അങ്ങ് എടുത്തു. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ലിഫ്റ്റുകൾ മുകളിലോട്ട് പോവുകയും താഴോട്ട് വരികയും ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിൽ തന്നെ എല്ലാ ഫെസിലിറ്റികളുണ്ട്. ബാറുണ്ട്, ഫുഡ് കോർണറുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുന്ന ഒരു പ്രത്യേക വ്യൂ ആണ്. അതുവരെ പോയിട്ട് അവിടെ നിന്നൊരു ഡ്രിങ്ക് കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്താ ഒരു രസം. പിന്നെ ഞാൻ നേരെ പോയി ക്രൂസിലേക്കാണ്. വിവിധ രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഈ ക്രൂസ് ഷിപ്പിലുണ്ടായിരുന്നു. എല്ലാവരും ഓരോ വൈനോ ഷാമ്പയിനോ ഒക്കെ പിടിച്ച് ഈ റിവറിൻ്റെ 2 സൈഡിലുള്ള കാഴ്ചകൾ ആസ്വദിക്കുക. ഈഫൽ ടവറിൻ്റെ കനാലിൽ നിന്നുള്ള ഒരു വ്യൂ നമ്മൾ ക്രൂസിൽ നിന്ന് നോക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. രാത്രിയിൽ ഇതിൻ്റെ സ്വർണ്ണ നിറം റിവറിലെ വെള്ളത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ക്രൂസിലെ യാത്രക്കാർക്ക് ഒരു പ്രത്യേക ദൃശ്യവിരുന്ന് സമ്മാനിക്കുകയായിരുന്നു. കനാലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന നിരവധി ക്രൂസ് ഷിപ്പുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കനാലിലൂടെ പോകുമ്പോൾ കാണുന്ന ബ്രിഡ്ജിലും സൈഡ് വാളിലുമെല്ലാം ഫ്രഞ്ചുകാരുടെ ശില്പകലയിലുള്ള പ്രാവീണ്യത്തെ വിളിച്ചോതുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പലായിസ് ഗാർണിയർ, നോട്ടർഡാം കത്തീഡ്രൽ, ആർക്ക് ഡി ട്രയംഫ് പോലുള്ള നിരവധി പൗരാണിക നിർമ്മിതികൾ ഈ റിവറിൻ്റെ 2 വശത്തും കാണാൻ പറ്റും. ഇതവരുടെ രാജ്യത്തിൻ്റെ പ്രൗഢിയും പാരമ്പര്യവും കാത്തുസൂക്ഷിക്കുന്ന രീതിയിലാണ് അവർ സംരക്ഷിച്ചിരിക്കുന്നത്. ഈ റിവറിൻ്റെ 2 സൈഡിലുള്ള റെസ്റ്റോറൻറ്റുകളിൽ നിങ്ങൾക്ക് കാണാം വീക്കെൻഡിലുള്ള ആഘോഷ പരിപാടികൾ അവിടെ തിമിർക്കുകയാണ്, ഡാൻസും ബഹളവുമായിട്ട്. ക്രൂസിൽ നിന്നിറങ്ങി ഞാൻ നേരെ പോയത് അടുത്തുള്ള ഫുഡ് സ്റ്റാളിലേക്കാണ്. അവിടെ വിവിധ രാജ്യങ്ങളിലുള്ള അനവധി ഫുഡ് വെറൈറ്റീസുകൾ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് അകത്തേക്ക് കയറുമ്പോൾ എൻട്രി ഫീ ആയിട്ട് നമ്മളൊരു €5 കൊടുക്കണം. താങ്ക്സ് ഫോർ വാച്ച് മൈ വീഡിയോ. പുതിയ ഫ്രഞ്ച് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്.